ഐതിഹ്യമാല അധ്യായം 30. കുഞ്ചൻ നമ്പ്യാരുടെ ഉത്ഭവം. വന്നേറി ദേശക്കാരനും കേവലം നിസ്സനുമായ ഒരു നമ്പൂതിരി തൻ്റെ പെൺകിടാങ്ങളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിന് നിവൃത്തിയില്ലായാൽ വല്ലവരെയും കണ്ട് യാചിച്ച് കുറേ പണം സമ്പാദിക്കണമെന്ന് നിശ്ചയിച്ച് സ്വദേശത്ത് നിന്ന് പുറപ്പെട്ടു. അദ്ദേഹം കോഴിക്കോട്, കൊച്ചി, അമ്പലപ്പുഴ, തിരുവിതാംകൂർ മുതലായ രാജ്യങ്ങളിൽ സഞ്ചരിച്ച് രാജാക്കന്മാർ, പ്രഭുക്കന്മാർ മുതലായവരെയും കണ്ട് സങ്കടം പറഞ്ഞ് അവരിൽ നിന്ന് കിട്ടിയ ഏതാനവും പണവും കൊണ്ട് ഒരു ദിവസം മധ്യാഹ്നമായ സമയം കിള്ളിക്കുറിശി മംഗലത്ത് ചെന്ന് ചേർന്നു. അദ്ദേഹം ഭക്ഷണം കഴിക്കാതെ വഴി നടന്നു. വെയിലും കൊണ്ട് വളരെ ക്ഷീണിച്ചാണ് അവിടെ എത്തിയത്. ക്ഷേത്രത്തിന് പുറത്തു ചെന്ന് നിന്നുകൊണ്ട് ഇവിടെ ഉച്ചപൂജയും മറ്റും കഴിഞ്ഞുവോ എന്ന് അദ്ദേഹം വിളിച്ചു ചോദിച്ചു. അത് കേട്ട് ശാന്തിക്കാരൻ നമ്പൂരി പറഞ്ഞു വന്ന് ഉച്ചപൂജ കഴിഞ്ഞുവെങ്കിലും വേഗത്തിൽ കുളിച്ചു വന്നാൽ ഊണ് കഴിക്കാമെന്ന് പറഞ്ഞു. ഉടനെ ഈ നമ്പൂരി കുളക്കടവിൽ ചെന്ന് അരയിൽ കെട്ടിയിരുന്ന മടിശീല അഴിച്ച് കടവിൽ വെച്ചിട്ട് ഇറങ്ങി. ക്ഷണത്തിൽ കുളിയും ജപവുമെല്ലാം കഴിച്ചു നോക്കിയ സമയം മടിശീല കണ്ടില്ല. അപ്പോൾ നമ്പൂരിക്കുണ്ടായ വ്യസനം എത്രമാത്രമെന്ന് പറയുവാൻ പ്രയാസമാണ്. ആ പണം കൊണ്ട് 2-3 പെൺകൊടയെങ്കിലും കഴിച്ചു കൂട്ടാമെന്നായിരുന്നു അദ്ദേഹം വിചാരിച്ചിരുന്നത്. മടിശീല കാണാതായതിനോടും കൂടി അദ്ദേഹത്തിൻ്റെ വിശപ്പും ദാഹവും മാത്രമല്ല പാതി പ്രാണനും പോയെന്ന് തന്നെ പറയാം. തുടർന്ന് അദ്ദേഹം ഓടി അമ്പലത്തിൽ ചെന്ന് അവിടെ എല്ലാവരോടും വിവരം പറഞ്ഞു. അവരാരും കുളക്കടവിലേക്ക് ചെല്ലുക തന്നെ ചെയ്തില്ലെന്ന് പറഞ്ഞു. ഒടുക്കം അതെങ്ങനെയോ പോയത് തന്നെ. തൻ്റെ വിധി ഇങ്ങനെയാണെന്ന് തീർച്ചപ്പെടുത്തിക്കൊണ്ട് നമ്പൂരി ഉണ്ണാൻ ചെന്നിരുന്നു. വ്യസനം കൊണ്ട് അദ്ദേഹത്തിന് ചോറ് ഇറങ്ങുന്നില്ലായിരുന്നു. എങ്കിലും വിശപ്പും ദാഹവും കലശായിട്ടുണ്ടായിരുന്നതിനാൽ കുറെ ചോറ് വാരിത്തിന്ന് കുറെ വെള്ളവും കുടിച്ച് ഒരു വിധേയനെ ഊണ് കഴിച്ചെന്ന് വരുത്തിയെന്നേ പറയാൻ പറ്റുള്ളൂ. വ്യസനവും ക്ഷീണവും നിമിത്തം നടക്കുവാൻ ശക്തനല്ലാതെ അദ്ദേഹം അമ്പലത്തിൽ തന്നെ മുണ്ടും വിരിച്ച് കിടന്നു. വെയിലുട്ടാറിയപ്പോൾ ഞാനിങ്ങനെ വ്യസനിച്ച് ഇവിടെ കിടന്നതുകൊണ്ട് എന്തു പ്രയോജനമാണുള്ളത്? ലിഖിതമഭി ലാലോട പ്രചോദടിയും കസർമത്തം എന്ന് വിചാരിച്ച് ഒരുവിധം സമാധാനപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് എണീറ്റു പോവുകയും ചെയ്തു. പിന്നെയും കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ ആ നമ്പൂരി യഥാപൂർവം ദേശസഞ്ചാരത്തിനായി ഇല്ലത്ത് നിന്ന് പുറപ്പെട്ട് ചില സ്ഥലങ്ങളിലെല്ലാം സഞ്ചരിച്ച് ക്രമേണ അദ്ദേഹം കിള്ളിക്കുറിശി മംഗലത്ത് തന്നെ വന്നു ചേർന്നു. അതൊരു ദിവസം വൈകുന്നേരമായിരുന്നു. കുളി കഴിഞ്ഞ് അദ്ദേഹം അമ്പലത്തിൽ ചെന്ന് ശാന്തിക്കാരനെ കണ്ട് തനിക്ക് കൂടി അത്താഴം വേണമെന്ന് പറഞ്ഞു. ശാന്തിക്കാരൻ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ തിരിച്ചറിയുകയും മുമ്പുണ്ടായ കഥകൾ ഓർക്കുകയും ചെയ്യുകയാൽ ഓഹോ, അത്താഴം ഇവിടെയാവാം, എനിക്കും ഇവിടെ തന്നെയാണ് അത്താഴം എന്ന് പറഞ്ഞു. ഇന്ന് മടിശീല കുളക്കടവിൽ വെച്ച് മറക്കുകയോ മറ്റോ ചെയ്തുവോ? എന്നാൽ ചോറധികം വേണ്ടി വരികയില്ലല്ലോ എന്ന് പറഞ്ഞു. അതിനുത്തരമായി നമ്പൂരി, ഈ പ്രാവശ്യം അതിനൊന്നും തരമില്ല. ഞാൻ ഇല്ലത്തിൽ നിന്ന് പുറപ്പെട്ട് ഇത്രത്തോളമേ ആയിട്ടുള്ളൂ. അധികമൊന്നും സഞ്ചരിക്കുവാനും ഒന്നും സമ്പാദിക്കുവാനും ഇടയായില്ല. മടിശീലയൊക്കെ വെച്ച് മറക്കുന്നത് പിന്നെ ഒരിക്കലാകാമെന്ന് വിചാരിക്കുന്നതാണെന്ന് പറയുകയും ചെയ്തു. അത്താഴം കഴിഞ്ഞപ്പോൾ വന്നേരിക്കാൻ നമ്പൂരി ഇനിയൊന്ന് കിടക്കണമല്ലോ, അതെവിടെയാണ് വേണ്ടത് എന്ന് ചോദിച്ചു. അതിനൊക്കെ തരമാക്കാം, നമുക്കിവിടെ ഒരു കിടപ്പിൻ്റെ വട്ടമൊക്കെയുണ്ട്, അങ്ങോട്ട് പോകാം, അവിടെ ധാരാളം സ്ഥലമുണ്ട് എന്ന് ശാന്തിക്കാരൻ നമ്പൂരി മറുപടി പറയുകയും അവർ രണ്ടുപേരും കൂടി അങ്ങോട്ട് പോവുകയും ചെയ്തു. കിള്ളിക്കുറിശി മംഗലത്തെ ക്ഷേത്രത്തിലെ ശാന്തിക്കാരൻ നമ്പൂരി തിരുവിതാംകൂറിൽ ഏറ്റുമാനൂർ താലൂക്കിൽ ചേർന്ന കിടങ്ങൂർ ദേശത്തുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന് അവിടെ കലക്കത്ത് എന്ന് പ്രസിദ്ധമായ നമ്പ്യാർ മഠത്തിൽ സംബന്ധമുണ്ടായിരുന്നു. അങ്ങോട്ടാണ് അവർ പോയത്. അവിടെ ചെന്നപ്പോഴേക്കും ശാന്തിക്കാരൻ നമ്പൂരിയുടെ ഭാര്യ ഇവർക്ക് 2 പേർക്കും കാൽ കഴുകുന്നതിനുള്ള വെള്ളം കൊണ്ടുചെന്ന് കൊടുക്കുകയും 4 കെട്ടിൽ ഒരു വിളക്ക് കൊണ്ടുവന്ന് വെച്ച് ഒരു പുല്ലുപായി വിരിച്ചു കൊടുക്കുകയും മുറുക്കുവാനുള്ള സാമാനങ്ങളെല്ലാം കൊണ്ടുചെന്ന് തയ്യാറാക്കി വെക്കുകയും ചെയ്തു. നമ്പൂരിമാർ കാൽ കഴുകി തോർത്തി പുല്ലുപായിൽ ചെന്നിരുന്ന് മുറുക്കി ഓരോ വെടികൾ പറഞ്ഞു തുടങ്ങി. അതൊക്കെ കേട്ട് രസിച്ചുകൊണ്ട് ശാന്തിക്കാരൻ നമ്പൂരിയുടെ ഭാര്യയും അടുക്കൽ ചെന്നുകൂടി. മന്നേരിക്കാരൻ നമ്പൂരിയുടെ പ്രധാന പ്രസംഗ വിഷയം അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടുകളും മറ്റുമായിരുന്നു. ശാന്തിക്കാരൻ നമ്പൂരി പറഞ്ഞത് ആ നമ്പ്യാർ മഠത്തിലെ സ്ഥിതിയെപ്പറ്റിയും മറ്റുമായിരുന്നു. ആ നമ്പ്യാർ മഠത്തിൽ വളരെ കാലമായി സ്ത്രീകളല്ലാതെ പുരുഷന്മാരാരുമില്ലാതായിരിക്കുകയായിരുന്നു. ഒരാൺകുട്ടിയെങ്കിലും ഉണ്ടായാൽ കൊള്ളാമെന്ന് വിചാരിച്ച് അവർ വളരെ സൽക്കർമ്മങ്ങളൊക്കെ നടത്തിയെന്നും ഇപ്പോഴും ഓരോന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നെന്നും എന്നിട്ടും ഫലമൊന്നും കാണുന്നില്ലെന്നും മറ്റും ശാന്തിക്കാരൻ പറഞ്ഞു. അപ്പോൾ തനിക്കും പുരുഷ സന്താനമൊന്നും ഉണ്ടായിട്ടില്ലെന്നും 4-5 പെൺകിടങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്നും അവരെ വേളി കഴിച്ചു കൊടുക്കുവാൻ നിവൃത്തിയില്ലാഞ്ഞിട്ടാണ്
താൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് അലഞ്ഞു നടക്കുന്നതെന്നും മറ്റും വന്നേരിക്കാരൻ നമ്പൂരിയും പറഞ്ഞു. ആ കൂട്ടത്തിൽ താൻ കുളക്കടവിൽ മടിശീല വെച്ച് മറന്ന കഥയും കൂടി അദ്ദേഹം പ്രസ്താവിച്ചു. മടിശീലയുടെ കാര്യം പറഞ്ഞപ്പോൾ ശാന്തിക്കാരൻ നമ്പൂരിയുടെ ഭാര്യ അതിനെപ്പറ്റി ചിലതെല്ലാം ചോദിക്കുകയും വന്നേരിക്കാരൻ നമ്പൂരി എല്ലാം വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്തു. ഉടനെ ആ സ്ത്രീ അവിടെ നിന്ന് എണീറ്റുപോയി. അറ തുറന്നൊരു മടിശീല എടുത്തു കൊണ്ടുവന്ന് ഇതായിരിക്കുമോ അവിടുത്തെ മടിശീല എന്ന് ചോദിച്ചു. വന്നേരിക്കാരൻ നമ്പൂരിയുടെ മുമ്പിൽ അത് വെക്കുകയും ചെയ്തു. നമ്പൂരി അതെടുത്ത് നോക്കി. ഇതുതന്നെ, ഞാൻ കെട്ടിയ കെട്ട് അഴിച്ചിട്ട് കൂടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മടിശീല അഴിച്ച് പണം എണ്ണി നോക്കിയപ്പോൾ ശരിയായിരുന്നു. ആ സമയം നമ്പൂരിക്കുണ്ടായ സന്തോഷം എത്രമാത്രം വേണമെന്ന് പറയേണ്ടതില്ലല്ലോ. അദ്ദേഹം ഇതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ ആ സ്ത്രീ, മുമ്പൊരിക്കൽ ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ ശുദ്ധം മാറി പോവുകയാൽ കുളിക്കുവാനായി കുളക്കടവിൽ ചെന്നപ്പോൾ അവിടെ കുറെ ചാണകം കിടക്കുന്നത് കണ്ടു. കുളി കഴിഞ്ഞ് പോന്നപ്പോൾ അതുകൂടി കൊണ്ടുപോരാമെന്ന് വിചാരിച്ച് വാരിയെടുത്തപ്പോൾ അതിനിടയിൽ ഈ മടിശീല ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ചാണകമൊക്കെ തുടച്ചു കളഞ്ഞു. മടിശീല പെട്ടിയിൽ വെച്ച് സൂക്ഷിച്ചു. ആരെങ്കിലും ഉടമസ്ഥന്മാരെ അന്വേഷിച്ചു വന്നാൽ കൊടുക്കണമെന്നും വിചാരിച്ചിരുന്നു. ഇതുവരെ ഉടമസ്ഥനെ കണ്ടില്ല. ഇപ്പോൾ ഇത് ഇവിടുത്തേതാണെന്ന് അറിയുവാൻ ഇടയായതുകൊണ്ട് വലിയ ഭാഗ്യമായി. ഇതതിൻ്റെ ഉടമസ്ഥനെ ഏൽപ്പിച്ച് കൊടുക്കുവാൻ പറ്റാങ്ങിട്ട് ഞാൻ വ്യസനയായി തീർന്നിരിക്കുകയായിരുന്നു. ഇത്രയും കേട്ടപ്പോൾ സംഗതിയൊക്കെ വെളിവായി. നമ്പൂരി കുളിച്ച് ജപിച്ചുകൊണ്ട് നിന്ന സമയം അവിടെ ഒരു പശു പുല്ല് തിന്നുകൊണ്ട് തിന്നിരുന്നു. ആ പശു ഈ മടിശീലയുടെ മുകളിൽ ചാണകമിട്ടു. അത് നമ്പൂരി കണ്ടില്ല. ചാണകത്തിനടിയിൽ മടിശീല ഉണ്ടായിരിക്കുമോ എന്ന്, പശു അതിൻ്റെ മീതെ ചാണകം ഇട്ടിരിക്കുമോ എന്നും അദ്ദേഹം വിചാരിച്ചതുമില്ല. അദ്ദേഹം നോക്കിയത് ചാണകം കിടക്കുന്നതിൻ്റെ അടുക്കലൊക്കെയായിരുന്നു. ഊണ് കഴിക്കുവാനുള്ള പരിഭ്രമം കൊണ്ട് മടിശീല വെച്ചത് എവിടെയായിരിക്കുന്നുവെന്ന് അദ്ദേഹത്തിന് അത്ര നിശ്ചയവും ഉണ്ടായിരുന്നില്ല. ഈ സ്ത്രീ കുളിക്കുവാൻ ചെന്നതും ചാണകം വാരിക്കൊണ്ടു പോകുന്നതും നമ്പൂരി കുളി കഴിഞ്ഞ് അമ്പലത്തിലേക്ക് പോയതിൻ്റെ ശേഷമായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് കാര്യം പറ്റിയതെന്ന് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. ഉടനെ ആ നമ്പൂരി ആ പണത്തിൽ പകുതി മാറ്റിവെച്ചിട്ട്, ഇതെനിക്കിപ്പോൾ വെറുതെ തന്നതുപോലെ ആയിരിക്കുന്നത്, അതിനാൽ എനിക്ക് പകുതി മതി, പകുതി നിങ്ങൾക്ക് മരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ, ഞാനിതിലൊരു കാശ് പോലും വാങ്ങുകയില്ല, ഞാൻ അങ്ങനെ ആഗ്രഹിച്ചതല്ല ഇത് സൂക്ഷിച്ചു വെച്ചിരുന്നത്, പിന്നെ അങ്ങയ്ക്കിത് തന്നതും ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടുമല്ല. അന്യന്റെ മുതൽ വല്ല സ്ഥലത്തുമിരുന്ന് കിട്ടിയാൽ അത് ഉടമസ്ഥനെ ഏൽപ്പിക്കുക മര്യാദക്കാരുടെ ധർമ്മമാണ്. അതിന് പ്രതിഫലം വാങ്ങുക കേവലം നീചത്വമാണ്. എനിക്ക് വേണമെങ്കിൽ പകുതിയല്ല മുഴുവനും തന്നെ എടുക്കാമായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടുത്തെ സന്തോഷവും അനുഗ്രഹവും മാത്രമേ ഇതിന് പ്രതിഫലമായി ആഗ്രഹിക്കുന്നുള്ളൂ. ഇത്രയുമൊക്കെ പറഞ്ഞു. ഇത് കേട്ട് സന്തുഷ്ട മനസ്സായ ആ ബ്രാഹ്മണോത്തമൻ അവിടെ നിന്ന് എണീറ്റ് 2 കൈയും ഉയർത്തി ആ സ്ത്രീയുടെ ശിരസിൽ വെച്ചുകൊണ്ട് ആനന്ദാശ്രുകളോടും കൂടി, സദ്ഗതം, അടുത്തയാണ്ടിൽ ഈ കാലത്തിന് മുമ്പായി നിനക്ക് അതിയോഗ്യമായ ഒരു പുത്രൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. അപ്രകാരം തന്നെ ആ സ്ത്രീ അജിരേണ ഗർഭം ധരിക്കുകയും അതികോമളാംഗനായ ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. ആ പുത്രനാണ് വിശ്വവിശ്രുതനായ സരസകവി കുഞ്ചൻ നമ്പ്യാർ എന്നുള്ളത് ഇനി വിസ്തരിച്ച് പറയേണ്ടതില്ലല്ലോ. ഇതോടുകൂടി ഐതിഹ്യമാല അധ്യായം 30 തീർന്നിരിക്കുന്നു. അടുത്തത് അധ്യായം 31. വലിയ പരീക്ഷ ശങ്കരനാരായണ ചാക്യാർ.